കരളെ, എടോ കരളെ, എന്റെ പൊന്നു കരളെ, എനക്കറിയോ ഈ പിണങ്ങിയ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. നോക്ക്, ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇവിടെ പണി പാടേ. എന്തൊക്കെയോ ഒരു സംശയം ഉണ്ടോക്ക്. അത്ര പെട്ടെന്നൊന്നും നമ്മളൊക്കെ പിടികൊടുക്കൂല. ഓഹോ, അപ്പൊ ഇതേ ഇനി ഉറക്കൊഴിഞ്ഞ് പാതിരാത്രിക്കുള്ള പരിപാടി അല്ലേ? എന്തേ? ഒന്നുമില്ല, ഈ കിടന്നോ. പേടിക്കാനൊന്നും ഉണ്ടായിട്ടല്ല, തൽക്കാലം ഇതിപ്പോ ആരും അറിയണ്ട. എന്തേ ഈ ഒന്നുകൂടി എന്നെ ചേർത്ത് പിടിക്കണേ, ഞാൻ കട്ടക്ക് കൂടെ ഉണ്ടാവും. ഇത് ഞാൻ എനക്ക് തരുന്നൊരു വാക്കാ. ഇന്ന് വരെ ഞാൻ ചെയ്ത സകല തെറ്റുകളും ഞാൻ തിരുത്തും. ഇതിന്റെ പൊന്നു മക്കളാണേ, ഈ ആണേ സത്യം. എന്റെ മക്കളെ പിടിച്ച് സത്യട്ടാണ്ടല്ലോ കൊന്നാളും ഞാൻ. ഞാൻ ഇറങ്ങാണ്. മക്കളപ്പം ഞാൻ കൊണ്ടുപോണില്ല. സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പളേ ഞാൻ തന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം. ഓരത് വരെ അച്ഛന്റെ കൂടെ നിന്നോട്ടെ. എടി, അത് ഈ വിചാരിക്കുമ്പോലൊന്നും അല്ല. എടി, എൻ്റെ ലാബ് റിസൾട്ട് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാഞ്ഞിട്ടാ. എൻ്റെ ലിവറിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയോ? എന്നെയും മക്കളെയും സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ കരളിനെയും സ്നേഹിക്കണം. ഈ കരയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ആണ് എൻ്റെ മക്കളാണ്, എൻ്റെ ഈ കരളാണേ സത്യം. ഇനി ഒരു ദുശീലങ്ങളും ഇല്ല. ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, സന്തോഷമായിട്ട്. അതിന് ഈ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ഏട്ടൻ ഇതൊന്ന് പറഞ്ഞു കേട്ടാ മാത്രം മതി എനിക്ക്. ഇനി മോളൊരു കാര്യം ചെയ്യ്. നേരത്തെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച സാധനല്ലേ, അതൊക്കെ ഒന്ന് പോയി വൃത്തിയായിക്കാള്. തലയാട്ടാനല്ല, പോയി വൃത്തിയായിക്കാള്. ചെല്ല്. എന്നോടൊരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കാളെ പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കെ ഈ കയറെടുക്കുന്ന സ്വഭാവം അങ്ങോട്ട് നിർത്തിക്കൊണ്ടിന്നുള്ളത്. എന്തൊക്കെയാടി ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയത്? സ്വന്തം ഭർത്താവിന് അവിഹിതണ്ടെന്ന്. ഓന്റെ മോളെ, ഇനി മേലാൽ ഇത് ആവർത്തിച്ചാ അന്റെ കണ്ണടിച്ച് ഞാൻ പൊട്ടിക്കടി. നോക്കിക്കോ. അതന്നെ എനിക്ക് എന്നോട് പറയാനുള്ളത്. കാരണം അടിച്ച് ഞാൻ പൊട്ടിച്ചാളൂ.